വാർത്തയിലേക്ക്. കേരളത്തിന് സുപ്രീം കോടതിയുടെ പ്രശംസ. കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും CCTV ക്യാമറകളുണ്ട്. കേരള മോഡൽ രാജ്യത്തുടനീളം നടപ്പാക്കിക്കൂടെ എന്ന് സുപ്രീം കോടതി. രാജ്യത്തെ പോലീസ് സ്റ്റേഷനുകളിൽ CCTV ക്യാമറകൾ പ്രവർത്തനരഹിതമാണ് എന്ന കേസിൽ വാദം കേൾക്കുന്നതിനിടയിലാണ് കോടതിയുടെ പരാമർശം. വിവരങ്ങളുമായി ഇപ്പോൾ ഫെമിന ചേരുന്നുണ്ട്. ഫെമിന, ഏതായാലും കേരളത്തിലെ CCTV സ്ഥാപിച്ചതിനെ പറ്റി വലിയൊരു പരാമർശം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. പല മേഖലകളിൽ പല കാര്യങ്ങളിൽ കേരളം നടപ്പിലാക്കിയ പദ്ധതികളെ കുറിച്ച് സുപ്രീം കോടതി ഹൈക്കോടതികളടക്കം അഭിനന്ദിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ഏത് സാഹചര്യത്തിലായിരുന്നു, എന്തായിരുന്നു സുപ്രീം കോടതി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ? രാജ്യത്തെ പോലീസ് സ്റ്റേഷനുകളിലെ CCTVകൾ പ്രവർത്തനരഹിതമാണ് എന്ന വിഷയത്തിൽ സ്വമേധയാ എടുത്ത കേസിൽ സുപ്രീം കോടതി വാദം പുരോഗമിക്കുന്നതിനിടെയാണ് ഇപ്പോൾ കേരളത്തെ പ്രശംസിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു നിരീക്ഷണമുണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് 8 മാസത്തിനുള്ളിൽ 11 കസ്റ്റഡി മരണങ്ങൾ രാജസ്ഥാനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്ന പത്രവാർത്തയെ തുടർന്ന് സുപ്രീം കോടതി ഒരു സ്വമേധയാ ഈ ഒരു വിഷയത്തിൽ കേസെടുത്തത്. ആ വിഷയം ഇന്ന് കോടതിയിൽ പരാമർശിക്കുന്നതിനിടെയാണ് ജസ്റ്റിസ് വിക്രം നാഥും അതുപോലെ തന്നെ സന്ദീപ് ബഹ്തയും കേരളത്തെ പ്രശംസിച്ച് രംഗത്തെത്തിയത്. കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ CCTVകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കേരളത്തിലുടനീളം CCTVകളുണ്ട്. അത് ആ CCTVകൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് തത്സമയം നിരീക്ഷിക്കാനുള്ള മൊബൈൽ ഫോണിലൂടെ തത്സമയം നിരീക്ഷിക്കാനുള്ള സംവിധാനമുണ്ട് എന്ന റിപ്പോർട്ടിന്മേൽ എന്തുകൊണ്ട് കേരളത്തിൽ അത്തരത്തിലുള്ള സംവിധാനമുണ്ടെങ്കിൽ രാജ്യത്തുടനീളം നടപ്പാക്കുന്നതിൽ എന്താണ് പ്രശ്നമെന്ന് സുപ്രീം കോടതി ചോദിച്ചത്. ആ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതി കേരളത്തെ പ്രശംസിച്ചത്. ഈ ഒരു വിഷയത്തിൽ നാളെയും സുപ്രീം കോടതി വാദം കേൾക്കും. കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ആഭ്യന്തര സെക്രട്ടറി നേരിട്ട് ഹാജരാകണമെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്.